ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ബീഡ്സ് വെച്ചിട്ടൊരു മാല ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ 3 കളറ് ബീഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മാല ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണാൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. എന്നാൽ മാത്രമേ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു മാല എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനൊരു 3 ടൈപ്പ് ബീഡ്സുകളാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ടൈപ്പ് ബീഡ്സ്, പിന്നെ ഈ ഒരു ഹാങ് വരുന്നുണ്ട്. അത് നമുക്ക് ആ മാലയുടെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. പിന്നെ വരുന്നത് നമ്മൾ ഫിഷ് ലോക്കാണ് കൊടുക്കുന്നത്. ഈ ഒരു മാലയ്ക്ക് ഫിഷ് ലോക്കും പിന്നെ ഒരു അതിൻ്റെ റിങ്ങും കൂടാണ് കൊടുക്കുന്നത്. പിന്നെ അടുത്തായിട്ട് ചെറിയൊരു ബീഡ്സ്, വൈറ്റിൻ്റെ ചെറിയ ബീഡ്സാണ് കൊടുക്കുന്നത്. പിന്നെ അടുത്തായിട്ട് വരുന്നത് മെറൂൺ കളറ് ബീഡ്സാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മാലയ്ക്കായിട്ട് വേണ്ടത്. അതിനായിട്ട് ഞാൻ ഇതുപോലൊരു ഗിയർ വയർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു ഫിഷ് ലോക്കിൽ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അതിനുശേഷം ഞാൻ രണ്ട് ഗിയർ വയറാണ്. അത് മടക്കി ഒരറ്റം നമ്മൾ ഫിഷ് ലോക്ക് ഇട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന പോർഷനാണ് ഇത്രയും. നമുക്ക് ഈ ഒരു മാലയ്ക്ക് വേണ്ടി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു മെറൂൺ കളർ ബീഡ്സ്, നമ്മൾ 2 ഗിയർ വയർ എടുത്തെന്ന് പറഞ്ഞില്ല, 2 ഗിയർ വയറും കൂടി ചേർത്ത് പിടിച്ചിട്ടാണ് ആ ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പം കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ നമ്മൾ 2 എണ്ണം കൂടെ ചേർത്ത് പിടിച്ചിട്ടാണ് ഈ ഒരു മെറൂൺ കളർ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഫസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ 2 ഗിയർ വയറിലും ഒരു ഗിയറിൽ തന്നെ 2 ചെറിയ ബീഡ്സ് ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ വലിയ ബീഡ്സ് 2 എണ്ണം, അങ്ങനെ ടോട്ടൽ 6 ബീഡ്സാണ് ഒരു സൈഡിൽ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ 2 സൈഡിലും കൂടെ 6 ബീഡ്സ് വെച്ചാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. ഇതുപോലെ നമ്മൾ ആദ്യം ഫസ്റ്റ് ചെറിയ ബീഡ്സ് 2 എണ്ണം 2 ഗിയർ വയറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ വലിയ ബീഡ്സും അതേപോലെ തന്നെ 2 എണ്ണം വെച്ച് 2 ഗിയർ വയറിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ചെറിയ ബീഡ്സ് 2 എണ്ണം വെച്ച് 2ലും ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ഒരു സൈഡിൽ 6ഉം മറ്റേ സൈഡിൽ 6ഉം, അങ്ങനെ 12 ബീഡ്സാണ് വരുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ബീഡ്സ് വെച്ചിട്ടുള്ള ബോയാണ് മേക്ക് ചെയ്തത്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതുപോലെ തന്നെ നമ്മൾ ഫോം ഫ്ലവർ വെച്ചിട്ടുള്ള ഹെയർ ബാൻഡുകൾ, അങ്ങനെ പല ടൈപ്പ് ഹെയർ ബാൻഡുകളൊക്കെ ഞാൻ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അതിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് സ്ഥിരം കാണുന്നവർക്കത് മനസ്സിലാകും. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനൊരു ബീഡ്സ് നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാക്കാനായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് നമ്മൾ 2 ബീഡ്സ് 2 ഗിയർ വയറിലും കൂടെ 2 എണ്ണം വെച്ച് 4 എണ്ണം ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ വലിയ ബീഡ്സും 2 സൈഡിലും 2 എണ്ണം വെച്ച് 4 എണ്ണമായി. പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം പിന്നെ 2 ബീഡ്സ് ചെറുത് 2 സൈഡിലും, അങ്ങനെ 4 ബീഡ്സ് ഇട്ട് കൊടുത്ത ശേഷം ആ ഗിയർ വയർ ചേർത്ത് വെച്ചിട്ട് ആ റെഡ് കളറ് ബീഡ്സും കൂടെ ഇട്ട് കൊടുത്തു. നമുക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് നമ്മളത് ബീഡ്സ് കോർത്തെടുത്ത് വരേണ്ടത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ അതേപോലെ തന്നെയാണ് കോർത്ത് എടുത്ത് വരേണ്ടത്. ഫസ്റ്റ് നമ്മൾ 2 ഗിയർ വയറിലും കൂടെ 2 ചെറിയ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ ടോട്ടൽ 4 ബീഡ്സ്. അതിനുശേഷം വലിയ ബീഡ്സ് 2 എണ്ണം ഒരു സൈഡിലും 2 എണ്ണം മറ്റേ സൈഡിലും ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ അത് 4 ബീഡ്സ് അവിടെ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം പിന്നെയും ചെറിയ ബീഡ്സ് തന്നെ 2 സൈഡിലും 2 എണ്ണം വെച്ച് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ ഈസിയായിട്ട് നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ലൊരു മാല ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ബീഡ്സൊക്കെ വെച്ചിട്ട് ഹെയർ ബാൻഡ് ചെയ്ത് മടുത്തവർക്കാണെങ്കിൽ നമുക്ക് മാലയൊക്കെ ചെയ്ത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ. അപ്പം
ഈ ഒരു മാല ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ ഒരുപാട് പേര് എപ്പോഴും എപ്പോൾ വീഡിയോ ഇട്ടാലും അതിനൊരു കമൻ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് തരുന്ന നല്ലൊരു സപ്പോർട്ടാണ്. അവർക്ക് ഒരുപാട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. അതുപോലെയാണ് നമ്മുടെ ഓരോ വീഡിയോ നമുക്ക് അടുത്ത് ചെയ്യാനുള്ളൊരു പ്രചോദനമാണ് അവരുടെ ഒരു കമൻറ്റും ഒക്കെ. അപ്പോൾ അവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഓരോ ബീഡ്സും നമ്മളിതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മാല ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കടയിൽ പോയി വലിയ വിലകൾ കൊടുത്ത് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിനനുസരിച്ചൊക്കെ ബീഡ്സൊക്കെ വെച്ചിട്ട് മാലയും അതുപോലെ അതിന് ചേരുന്ന ഹെയർ ബാൻഡൊക്കെ മേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കവിടെ നല്ലൊരു സന്തോഷമാണ് നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ കുഞ്ഞുങ്ങൾക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാ ബീഡ്സും ഒന്ന് കോർത്തെടുക്കുക. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ നമുക്ക് ബീഡ്സ് ഇട്ടിട്ട് കൊടുത്ത് ചെയ്തെടുക്കാം. നല്ല ഭംഗിയാണ് കാണാൻ. ഇതുപോലെ നിങ്ങൾക്കും ഓരോരുത്തർക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ സെൻറ്റർ ഭാഗം ഇത് വരുന്നതിൻ്റെ അപ്പുറവും ഇപ്പുറവുമായിട്ട് ഇതുപോലെ ബീഡ്സ് ഇട്ട് കൊടുത്തത് 7 എണ്ണമാണ് വരുന്നത്. നമ്മളിപ്പം ഒരു 2 ബീഡ്സ് വെച്ചിട്ട് അല്ല 6 ബീഡ്സ് വെച്ചിട്ട് കൊടുക്കുന്നതിൻ്റെ അതൊരു ഇങ്ങനെ പറഞ്ഞു വരുന്നത്, അതായത് നമ്മൾ ആ ഒരു റെഡ് ഇട്ട് ലോക്ക് ആകുന്നില്ലേ, അതുപോലത്തെ 7 എണ്ണമാണ് വരുന്നത്. അതുപോലെ ഒരു സൈഡിൽ 7 മറ്റേ സൈഡിൽ 7 അങ്ങനെ 14 എണ്ണമാണ് ആ ഒരു ഇത് വരുന്നത്. അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് 2 സൈഡും ഒരുപോലെ വരുമ്പോഴാണ് അത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ ചെറിയ കാര്യമാണെങ്കിലും അതിലൊന്ന് തെറ്റിപ്പോവാണെങ്കിൽ ആ ഒരു മാല കുളമാകും. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. പിന്നെ അതുപോലെ തന്നെ ബീഡ്സ് ഇട്ട് കൊടുക്കുമ്പോഴും ഒരുപാട് മിസ്റ്റേക്കുകൾ വരാതെ നോക്കണം. അതായത് നമ്മൾ 2 ഗിയർ വയറും കൂടെ ചേർത്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു ബീഡ്സ് ഇട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഒരു സൈഡ് മാത്രം പെട്ടെന്ന് ഇടും, മറ്റേ സൈഡ് രണ്ടാമതായിരിക്കും ഇടുന്നത്. അപ്പോൾ രണ്ടാമതായിട്ട് ഇടുമ്പോൾ ഫസ്റ്റ് നമ്മൾ 2 എണ്ണം വെച്ചിട്ടു ഒരു സൈഡ് ഓക്കെ ആവും. മറ്റേ സൈഡ് നമ്മൾ വലുതിട്ടിട്ട് ആ 2 നമ്മൾ അടുത്ത ബീഡ്സ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ അശ്രദ്ധയും കൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ ഇട്ട് പോകും. അങ്ങനെ വരുമ്പം ആ ഒരു മാല കുളമാകും. നമ്മുടെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ടാകും. നമ്മളത് ശ്രദ്ധിക്കത്തില്ല. ചിലപ്പോൾ 2-3 പ്രാവശ്യം ആ ബീഡ്സ് കോർത്ത് ശേഷമായിരിക്കും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു മിസ്റ്റേക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ 2 ബീഡ്സും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരുപോലെ തന്നെ ബീഡ്സ് ഇട്ട് പോവുകയാണെങ്കിൽ ആ മിസ്റ്റേക്ക് വരാതെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മാല ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ ബീഡ്സ് വെച്ചിട്ട് നല്ല ഭംഗിയായുള്ളൊരു മാലയാണ്. കുട്ടികളൊക്കെ ഏറെ ഇഷ്ടപ്പെടും. നല്ല കളർഫുള്ളായിട്ടുള്ള ബീഡ്സുകളൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബീഡ്സാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ വെറൈറ്റി ആയിട്ട് ഒരുപാട് ബീഡ്സ് ഉള്ളവരും അതുപോലെ ബീഡ്സ് തന്നെ ഇരിക്കുന്നവരും ഗിയർ വയറൊക്കെ വെച്ചിട്ടിരിക്കുന്നവരൊക്കെ കാണും. അപ്പോൾ അവർക്ക് തുടക്കക്കാരാകുമ്പോൾ അവർ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ കുറച്ച് ബോയൊക്കെ ചെയ്ത ശേഷം ഒരു ബോ ചെയ്യാനുള്ള ഐറ്റംസ് ഒന്നും ഇല്ലയെന്നും പറഞ്ഞ് മാറ്റി വെക്കുന്നവർക്കും ഒരു മാല നമുക്ക് ആ ഒരു ബീഡ്സും കൊണ്ട് ഈസി ആയിട്ട് തന്നെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ ഓരോ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഞാൻ ആ ഒരു സെൻറ്റർ ഭാഗത്ത് ഹാങ്ങിങ് ഇട്ടെടുത്ത് 2 റെഡ് വരുന്നുണ്ട്. അതും ഒന്ന് ശ്രദ്ധിക്കുക, അത് പറയാൻ വിട്ടുപോയതാണ്. കണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്കൊരു മാല ചെയ്തെടുക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ അവർക്കിത് കാണുമ്പോൾ അവർ കൊടുക്കുമ്പോഴും ഒക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സിനനുസരിച്ച് ബീഡ്സൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഈസിയായിട്ട് പെട്ടെന്നൊരു മാല മേക്ക് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഹെയർ ബാൻഡും ഇതുപോലെ തന്നെ ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് തന്നെ ഹെയർ ബാൻഡും കൂടി ചെയ്യുമ്പോൾ എല്ലാം നല്ല കോമ്പിനേഷൻ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ നിങ്ങളിങ്ങനൊരു മാല ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുമ്പ് ഇട്ടിരിക്കുന്ന വീഡിയോ ഹെയർ ബാൻഡ് ചെയ്തേക്കുന്ന ഒരുപാട് വീഡിയോകളും അതുപോലെ പുതിയ പുതിയ കിറ്റുകളൊക്കെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഓക്കെ, താങ്ക്